സോ ബോണ്ട് ഓർഡർ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ പഠിച്ചിട്ടുള്ളത്. ആ ബോണ്ട് ഓർഡർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. വാട്ട് ഈസ് ബോണ്ട് ഓർഡർ? ഓക്കെ, ബോണ്ട് ഓർഡർ ഈക്വൽ ടു, ബോണ്ട് ഓർഡർ കാണാനുള്ള ഇക്വേഷനാണ് ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ. അത് ബോണ്ട് ഓർഡർ ഈസ് ദ ഹാഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ ആൻഡ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ. Bond order is defined as half the difference between number of bonding electron and number of anti-bonding electron. So bond order is equal to half into Nb minus Na. ഓക്കെ, അപ്പം നമുക്ക് ചില മോളിക്യൂളുകളുടെ ബോണ്ട് ഓർഡറുകൾ എങ്ങനെ കാണാം എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ചെറിയൊരു മോളിക്യൂളാണ് H2. ഒന്നാമത്തെ കേസ് H2. H2 എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും വരിക? H2 എന്ന് പറയുമ്പോൾ ഓൺലി 2 ഇലക്ട്രോൺസ്. അപ്പോൾ H2 നമ്പർ ഓഫ് ഇലക്ട്രോൺ 2 നമ്മളിങ്ങനെ കാണിക്കാം. നമ്പർ ഓഫ് ഇലക്ട്രോൺ 2, 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ അത് ലൈറ്റർ മോളിക്യൂളിലാണ് വരിക. കോൺഫിഗറേഷൻ കൊടുത്തു നോക്ക്. സിഗ്മ 1s2, ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണാണ് കൊടുക്കുക. സോ സിഗ്മ 1s2. അപ്പം ഇനി ബോണ്ട് ഓർഡർ കാണുക. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എൻ ബി. സിഗ്മ 1s2 എന്ന് മാത്രം കൊടുത്താൽ മതി, ബാക്കിയുള്ളടത്തൊന്നും ഇലക്ട്രോൺ ഇല്ല. അപ്പം നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ എത്രയാണ്? 2 മൈനസ് എൻ എ, നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ. സ്റ്റാറുള്ള ഭാഗത്തുണ്ടോ? ഇല്ല. അപ്പോൾ 0. ഹാഫ് ഇൻറ്റു 2 1, ഹാഫ് ഇൻറ്റു 2 1. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട്. ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് എന്താണ്? സിംഗിൾ ബോണ്ട്. സോ H2ൻ്റെ കേസിൽ ബോണ്ട് ഓർഡർ ഈസ് 1. ഇനി നമ്മൾ ഇതിന്ന് മനസ്സിലാക്കുന്ന വേറൊരു കേസ്, ഇവിടെ ഇപ്പോൾ നമ്മൾ ആകെ 2 ഇലക്ട്രോൺ ആണ് കൊടുത്തത്. അത് രണ്ടും പെയർഡ് ആയിട്ടാണ് നിൽക്കുക, ഒറ്റ ഓർബിറ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ പെയർഡാണ്. കൊടുക്കുന്ന ഇലക്ട്രോണൊക്കെ പെയർഡ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക ദാറ്റ് കോമ്പൗണ്ട് ഈസ് ഡയാമാഗ്നറ്റിക്. ഏത് സ്വഭാവം കാണിക്കുക? ഡയാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നതാണ്. അപ്പോൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് ആര്? H2 എന്നുള്ള മോളിക്യൂൾ ഡയാമാഗ്നറ്റിക് ആണ്. ഇലക്ട്രോൺസ് ഒക്കെ പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്. എവിടെയെങ്കിലും അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ, അൺപെയർഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. അൺപെയർഡ് ഇലക്ട്രോൺ വന്നാൽ പാരാമാഗ്നറ്റിക്, ഇലക്ട്രോൺസ് ഒക്കെ പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്. ഓക്കെ, അപ്പോൾ H2 നമ്മൾ നോക്കി. ഇനി അടുത്തൊരു കേസ് നോക്കാം. അടുത്തൊരു കേസാണ് H2+. ഓക്കെ, H2 എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ട്. H2+ എന്ന് പറയുമ്പോഴോ 1 ഇലക്ട്രോൺ പോയി, അപ്പോൾ ബാക്കി 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ എന്താ വരിക? സിഗ്മ 1s1. അപ്പോൾ ബോണ്ട് ഓർഡർ എത്ര വരും? ഹാഫ് ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺ എത്രയാണ്? 1. ബോണ്ടിങ് ഇലക്ട്രോൺ ഈസ് 1. ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ സ്റ്റാറിലുണ്ടോ? ഇല്ല. അപ്പോൾ ഹാഫ് ഇൻറ്റു 1 മൈനസ് 0. അപ്പോൾ എത്ര വന്നു? 1/2. H2+ൻ്റെ ബോണ്ട് ഓർഡർ ഈസ് 1/2. ഇത് ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ? ഇലക്ട്രോൺ ഒറ്റക്കാണ് നിൽക്കുക, ഒന്ന് അൺപെയർഡ് ആണ്. സോ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. അൺപെയർഡ് ഇലക്ട്രോൺ, സോ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഹീലിയം. അതിൻ്റെ മോളിക്യൂൾ He2. എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ 2 ഇലക്ട്രോൺ. 2 ഹീലിയം കൂടി ചേർന്നാണ് He2. അപ്പോൾ 4 ഇലക്ട്രോൺ ഉണ്ടാവും. 4 ഇലക്ട്രോൺ ആകുമ്പോൾ എങ്ങനെ കോൺഫിഗറേഷൻ എഴുതാം? സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2.
സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2. അപ്പോൾ നമ്മൾ ബോണ്ട് ഓർഡർ കാണാം. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ. ബോണ്ടിങ് ഇലക്ട്രോൺ എത്ര? 2. സ്റ്റാർ ഉള്ളത് ആൻറ്റി ബോണ്ടിങ്ങിലാണ്, അപ്പോൾ അതിലും 2. നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ 2 മൈനസ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ ഈസ് ആൾസോ 2. 2 മൈനസ് 2 0. അപ്പോൾ He2ൻ്റെ കേസിൽ ബോണ്ട് ഓർഡർ എത്രയാണ് വരുന്നത്? 0. ബോണ്ട് ഓർഡർ 0 ആകുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? അങ്ങനത്തെ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യണില്ല. ദിസ് മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. എന്തുകൊണ്ടാണ്? ഹീലിയം നോബിൾ ഗ്യാസ് ആണ്, അപ്പോൾ അത് കൂടിച്ചേരൂല. അപ്പോൾ He2 ബോണ്ട് ഓർഡർ ഈസ് 0. ഓക്കെ, നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം. N2 എന്നുള്ള മോളിക്യൂള് നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്, അപ്പോൾ 7 ഇലക്ട്രോൺ. 2 നൈട്രജൻ ഉണ്ട്, അപ്പോൾ 14 ഇലക്ട്രോൺ. 14 ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ കൊടുത്തു നോക്ക്. 2 സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 പൈ 2p x2 ഈക്വൽ ടു പൈ 2p y2. അപ്പോൾ എത്രയായി? 2 4 6 8 10 12 സിഗ്മ 2p z2 14 ഇലക്ട്രോൺ ആയി. അപ്പോൾ ബോണ്ട് ഓർഡർ എങ്ങനെ കാണാം? ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ എത്രയാണ് വരിക? 2 4 6 8 10. 10 ഇലക്ട്രോൺ ബോണ്ടിങ്ങിലുണ്ടായിരിക്കും. 10 ഇലക്ട്രോൺ. മൈനസ് ആൻറ്റി ബോണ്ടിങ്ങിൽ ഇലക്ട്രോൺ എത്രയാ? 2 + 2. സ്റ്റാർ ഉള്ളത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത് 2 + 2 4. 10 - 4 6. 6/2 3. അപ്പോൾ നൈട്രജൻ്റെ കേസിൽ ബോണ്ട് ഓർഡർ എത്രയാണ്? 3. നൈട്രജനിലെ ബോണ്ട് ഓർഡർ 3. ദാറ്റ് ഈസ് N ട്രിപ്പിൾ ബോണ്ട് N. ബോണ്ട് ഓർഡർ ഈസ് 3. നമുക്ക് അടുത്തൊരു കേസ് എടുക്കാം. O2. O2 എന്ന് പറയുമ്പോൾ ഓക്സിജൻ അറ്റോമിക് നമ്പർ 8, നമ്പർ ഓഫ് ഇലക്ട്രോൺ 8. O2 എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ ഉണ്ട്, സോ ഇലക്ട്രോണുകളുടെ എണ്ണം 16 ആണ്. അപ്പോൾ ഹെവിയർ മോളിക്യൂളിൻ്റെ കേസിലാണ് വരിക 16. അപ്പോൾ നമുക്കിവിടെ കൊടുത്തു നോക്കാം. 16 ഇലക്ട്രോൺ നമ്മൾ കോൺഫിഗറേഷനിൽ കൊടുക്കുകയാണ്. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 പിന്നെ സിഗ്മ 2p z2. അപ്പോൾ 2 4 6 8 10. പൈ 2p x2 ഈക്വൽ ടു പൈ 2p y2 12 14. 2 ഇലക്ട്രോണും കൂടെ ബാക്കിയുണ്ട്. പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py ആണ് അടുത്ത ഓർബിറ്റൽ. ഈക്വൽ ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാൾക്കും സെയിം എനർജിയാണ്. അപ്പോൾ ഇലക്ട്രോണെ കൊടുക്കുമ്പോൾ ആകെ 2 ഇലക്ട്രോൺ ആണെങ്കിൽ 2 ആൾക്കും ഓരോന്ന് വീതം കൊടുക്കണം. 4 ഇലക്ട്രോൺ ഉണ്ടെങ്കിലോ 2 ആൾക്കും 2 വീതം കൊടുക്കാം. 3 ആണെങ്കിലോ ആദ്യത്തെ ആൾക്ക് 2, രണ്ടാമത്തെ ആൾക്ക് 1, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 2 ഇലക്ട്രോൺ ബാക്കിയുണ്ട്, സോ 1 1 അങ്ങനെ കൊടുത്തു. അപ്പോൾ നമുക്ക് ബോണ്ട് ഓർഡർ കാണാം. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ. ബോണ്ടിങ് ഇലക്ട്രോൺ 2 4 6 8 10 മൈനസ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ സ്റ്റാറുള്ള ഭാഗത്ത് 2 2 4 5 6 or 10 - 6 4. 4/2 2. സോ ബോണ്ട് ഓർഡർ ഈസ് 2. നമുക്കറിയാം ഓക്സിജൻ ബോണ്ട് എത്രയാണ്? ഡബിൾ ബോണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ബോണ്ട് ഓർഡർ ഈസ് 2. അപ്പം ഇനി ഇവിടെ നോക്ക്, ഇത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ? ഇവിടെ ഇലക്ട്രോൺസ് അൺപെയർഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഒറ്റക്ക് നിൽക്കുന്നുണ്ട്, അൺപെയർഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ദിസ് മോളിക്യൂൾ ഈസ് പാരാമാഗ്നറ്റിക്. അൺപെയർഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? പാരാമാഗ്നറ്റിക്. അൺപെയർഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട്
ദാറ്റ് മോളിക്യൂൾ ഈസ് പാരാമാഗ്നറ്റിക്. ഓക്കെ, അപ്പോൾ ഇതേ രൂപത്തിൽ നമ്മൾ ബാക്കിയുള്ള എക്സാമ്പിളുകളും നമുക്ക് ചെയ്യണം. ഞാൻ ചില വർക്കുകൾ നിങ്ങൾക്ക് തരാം. F2 Ne2 ഫ്ലോറിൻ അറ്റോമിക് നമ്പർ 9 ആണ്. അപ്പോൾ F2ലെ ഇലക്ട്രോൺ 18, Ne2ലെ ഇലക്ട്രോൺ 20. അത് രണ്ടും നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്യണം. അതിൻ്റെ മാഗ്നറ്റിക് ബിഹേവിയർ ഏതാണെന്നും പറയണം. ഇനി ഇപ്പം നമ്മൾ O2 കണ്ടു. ചിലപ്പോൾ എക്സാമിന് O2+ എന്ന് ചോദിക്കാം. നമ്മൾ എന്ത് ചെയ്യും? O2+ എന്ന് ചോദിച്ചാൽ എന്താ സംഭവിക്കുക? O2 16 ഇലക്ട്രോൺ ആണ്. അപ്പോൾ O2+ ആകുമ്പോഴോ ഒരു ഇലക്ട്രോൺ പോയിട്ടുണ്ടാകും. അപ്പോൾ 15 ആയിട്ട് മാറും. 15 ആയിട്ട് മാറും. 15 ഇലക്ട്രോൺ. 15 ഇലക്ട്രോൺ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കോൺഫിഗറേഷൻ വരിക? അതിൻ്റെ ബേസിക് ലെവലിൽ നമ്മൾ ഹെവിയർ മോളിക്കുലാർ കോൺഫിഗറേഷനിലാണ് കൊടുത്തത്. അപ്പോൾ അവിടെ തന്നെ കൊടുക്കണം. 15 ആകുമ്പോൾ 2 + 2 4 6 8 10 12 14 15 ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് മിസ്സായി. അപ്പോൾ ബോണ്ട് ഓർഡർ എത്ര വരിക? ഹാഫ് ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺ 2 + 2 4 6 8 10 ഇലക്ട്രോൺ മൈനസ് ആൻറ്റി ബോണ്ടിങ്ങിലോ സ്റ്റാർ ഉള്ളത് 2 + 2 4 4 + 1 5. സോ 10 - 5 5 5/2 2.5 5/2 എന്താണ്? 2.5. അപ്പോൾ O2+ൻ്റെ ബോണ്ട് ഓർഡർ എത്രയാണ്? 2.5. O2ൻ്റെത് 2. അപ്പോൾ ഇനി O2- നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കാണാം. O2-. O2+ ആയപ്പോഴും നമുക്ക് കിട്ടുന്നത് ഇത് പാരാമാഗ്നറ്റിക് എന്ന് തന്നെയാണ് കിട്ടുക. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് അൺപെയർഡ് ഇലക്ട്രോൺ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. ഇനി O2- ഉണ്ട്. O2- എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺ ആവും? O2 16 ഇലക്ട്രോൺ മൈനസ് ചാർജ് കിട്ടുക. ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ O2- എന്ന് പറയുമ്പോൾ 17 ഇലക്ട്രോൺ ഉണ്ടാവും. 17 ഇലക്ട്രോൺ ആകുമ്പോൾ ഇവിടെ ചെറിയ വ്യത്യാസം വരും. ഇവിടെ 2 ഇവിടെ 1 അങ്ങനെയാണ് വരും. അപ്പോൾ ബോണ്ട് ഓർഡർ കാണുമ്പോൾ നമുക്ക് 1.5 എന്നുള്ള ബോണ്ട് ഓർഡറാണ് കിട്ടുക. അതും പാരാമാഗ്നറ്റിക് സ്വഭാവം തന്നെയാണ് കാണിക്കുക. ഇത്രയാണ് നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയും അതുമായി ബന്ധപ്പെട്ട് ബോണ്ട് ഓർഡറും മനസ്സിലാക്കാനുള്ളത്. അവിടെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ. ഇപ്പോൾ NB നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ, സ്റ്റാർ ഇല്ലാത്ത ഇലക്ട്രോൺ, Na സ്റ്റാറുള്ള ഇലക്ട്രോൺ. NB ഗ്രേറ്റർ ദാൻ Na ആണെങ്കിൽ, NB ഗ്രേറ്റർ ദാൻ Na, നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ ആണെങ്കിൽ ദാറ്റ് കോമ്പൗണ്ട് ഈസ് സ്റ്റേബിൾ. ഓക്കെ, NB ഗ്രേറ്റർ ദാൻ Na, അപ്പം ആ മോളിക്യൂൾ എന്താണ്? സ്റ്റേബിൾ ആണ്. NB ലെസ് ദാൻ Na ആണെങ്കിൽ കോമ്പൗണ്ട് അൺസ്റ്റേബിൾ. മോളിക്യൂൾ ഈസ് അൺസ്റ്റേബിൾ. NB ഈക്വൽ ടു Na എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ 0 എന്നുള്ള ബോണ്ട് ഓർഡർ ആണ് വരിക. അപ്പോഴും ആ കോമ്പൗണ്ട് എന്താണ്? അൺസ്റ്റേബിൾ. പിന്നെ നമുക്കറിയേണ്ടത് മാഗ്നറ്റിക് ബിഹേവിയർ ആണ്. എല്ലാ ഇലക്ട്രോണും പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്, ഏതെങ്കിലും അൺപെയർഡ് ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക്. ഇത്രയാണ് നമുക്ക് ബോണ്ട് ഓർഡറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ കോൺഫിഗറേഷൻ നന്നായിട്ട് നോക്കണം. പിന്നെ അവിടുന്ന് എനർജി ലെവൽ ഡയഗ്രാം എക്സാമിന് ചോദിക്കാം. എനർജി ലെവൽ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഡർ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. O2ൻ്റെ കേസാണ് സാധാരണ ചോദിക്കുക. O2 ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ σ1s ഓർബിറ്റിൽ വരക്കും. ഒരു ഓർബിറ്റിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 2 ഇലക്ട്രോൺ അതിൽ കാണിക്കും. പിന്നെ σ*1s ഉണ്ടാവും. അത് അതിൻ്റെ തൊട്ട് മേലെ വരക്കും. പിന്നെ σ2s അതിൻ്റെ മേലെ, σ*2s അതിൻ്റെ മേലെ. ആ ലെവലിൽ ഇങ്ങനെ ബോക്സ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഡയഗ്രാമാണ് എനർജി ലെവൽ ഡയഗ്രാം. അത് നിങ്ങൾ ബുക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് കിട്ടും. വളരെ സിമ്പിളാണ്. ഈ ഓർഡർ അറിയാമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ബോക്സ് ആയിട്ട് വരയ്ക്കുന്നതിന് എനർജി ലെവൽ ഡയഗ്രാം എന്ന് പറയും. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്നുള്ള ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.
Okay. Our next topic is hydrogen bonding. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കൊവാലൻ്റ് ബോണ്ടിങ്ങിലാണ് ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുക. അപ്പോൾ ഹൈഡ്രജനും മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റുകളായ ഫ്ലോറിൻ, നൈട്രജൻ, ഓക്സിജൻ ഇവരുമായിട്ടുണ്ടാക്കുന്ന ബോണ്ടിനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കുക. എ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ hydrogen atom and one of the most electronegative elements like fluorine, nitrogen, oxygen. അതൊരു ഭാഗത്ത് ഹൈഡ്രജൻ ഉണ്ടാവും, മറ്റൊരു ഭാഗത്ത് ആരായിരിക്കണം? ഫ്ലോറിൻ, നൈട്രജൻ, ഓക്സിജൻ ഇവരിലേതെങ്കിലും ഒന്നാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബോണ്ടിനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്നാണ് വിളിക്കുക. അതായത് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ എ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്സ് ലൈക്ക് ഫ്ലോറിൻ, നൈട്രജൻ, ഓക്സിജൻ. ഇതാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് അതായത് ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോമ്പൗണ്ടാണ് HF, ഹൈഡ്രജൻ ഫ്ലോറൈഡ്, അടുത്തൊരു HF, അടുത്തൊരു HF. ഈ മോളിക്യൂൾ ഇങ്ങനെ അഗ്രഗേറ്റ് ചെയ്ത് ഒന്നിച്ച് നിൽക്കുക. ഒന്നിച്ച് നിൽക്കുമ്പോൾ ഇവിടെ ചെറിയ ഒരു ബോണ്ട്. ഈ ബോണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രജൻ ആറ്റം ഈ മോളിക്യൂളിൻ്റെതാണ്, ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റായ ഫ്ലോറിൻ ആറ്റം ഈ മോളിക്യൂളിൻ്റെതാണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റും വ്യത്യസ്ത മോളിക്യൂളുകളുടേതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അത് ഹൈഡ്രജൻ ആറ്റം ഓഫ് വൺ മോളിക്യൂൾ, ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഓഫ് അനദർ മോളിക്യൂൾ. അപ്പോൾ വിളിക്കുന്ന പേരെന്താണ്? ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതിന് എക്സാമ്പിളാണ് HF, അതേപോലെ തന്നെ H2O. നമുക്ക് ഈ ബോണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഹൈഡ്രജൻ ആറ്റം ഓഫ് ദിസ് H2O മോളിക്യൂൾ, ഓക്സിജൻ ആറ്റം ഓഫ് അനദർ H2O മോളിക്യൂൾ. ഇങ്ങനെ വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ NH3. നോക്ക്, ഹൈഡ്രജൻ ഓഫ് ദിസ് NH3, നൈട്രജൻ ഓഫ് ദിസ് NH3. അപ്പോൾ ഹൈഡ്രജനും ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റും വ്യത്യസ്ത മോളിക്യൂളാണെങ്കിൽ നമുക്ക് അവരെന്തെന്ന് വിളിക്കാം? ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കാം. ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് വരുന്നത് മോളിക്യൂളുകൾ തമ്മിൽ അഗ്രഗേറ്റ് ചെയ്ത് നിൽക്കും, വളരെ അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യും. അങ്ങനെ അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുമ്പോൾ അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അത് സ്വാഭാവികമായിട്ടും അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്കൊക്കെ വരാം. ഇപ്പോൾ H2O ലിക്വിഡാണ്. അതേ രൂപത്തിൽ വരുന്ന ഓക്സിജൻ്റെ തൊട്ടടുത്ത എലമെൻ്റാണ് H2S, സൾഫർ. അപ്പോൾ H2S ഹൈഡ്രജൻ സൾഫൈഡ് എടുക്കുകയാണെങ്കിലോ ഗ്യാസ് സ്റ്റേറ്റിലാണ് കാണുന്നത്. നമുക്ക് നോക്കാം. H2O ലിക്വിഡ്, H2S ഗ്യാസ്. എന്തുകൊണ്ട്? കാരണം H2Oയിൽ ഏത് ബോണ്ടുണ്ട്? ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടി ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നു. H2Sൽ എന്തില്ല? ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട് ഇല്ല. അതുകൊണ്ട് അത് ഗ്യാസ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നു. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ അടുത്തൊരു കോൺസിക്വൻസ് ആണ് ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും വളരെ കൂടുതലായിരിക്കും. ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും കൂടുക. അതേപോലെ തന്നെ സോലുബിലിറ്റി കൂടുക. കാരണം വാട്ടർ മോളിക്യൂള് ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ അതേപോലത്തെ മറ്റു കോമ്പൗണ്ടുകൾ അവരെന്ത് ചെയ്യും? വാട്ടറിലെ സോലുബിലിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ കോൺസിക്വൻസ് ആണ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്,
അതേപോലെ തന്നെ സോലുബിലിറ്റി, പിന്നെ മോളിക്യൂളുകൾ അടുത്തടുത്തേക്ക് സ്ഥിതി ചെയ്യുക, അല്ലെ, ഡൈമറായിട്ടും ട്രൈമറായിട്ടും ഒക്കെ നിൽക്കുക. ഇതൊക്കെ ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ കോൺസിക്വൻസാണ്. ദെൻ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റും ബോത്ത് ആർ എക്സിസ്റ്റ് ഇൻ ദ സെയിം മോളിക്യൂൾ. ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ആർ എക്സിസ്റ്റ് ഇൻ ദ സെയിം മോളിക്യൂൾ. ഒരേ മോളിക്യൂൾ തന്നെ ആണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കാം. കൂടുതലായിട്ട് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുക അരോമാറ്റിക് കോമ്പൗണ്ട്, ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. അപ്പോൾ സപ്പോസ് നമുക്കൊരു കോമ്പൗണ്ട് എടുക്കാം. ഓർത്തോനൈട്രോഫിനോൾ. ഫിനോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ബെൻസീൻ റിങ്ങിൽ OH എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ ഫിനോൾ എന്ന് വിളിക്കുക. ബെൻസീൻ റിങ്ങിലേക്ക് OH വരുമ്പോൾ അതിനെ പറഞ്ഞ പേരാണെന്ത്? ഫിനോൾ. ഓർത്തോ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1, 2 പൊസിഷനാണ്. ഇത് 1, അപ്പോൾ ഇത് 2. ഇവിടെ നമ്മളൊരു നൈട്രോ ഗ്രൂപ്പിനെ കൊണ്ടുവരാം, NO2, അതാണ് നൈട്രോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും ഈ നൈട്രജനും ഒക്കെ ഉള്ള ഒറ്റ മോളിക്യൂളിൻ്റെ ഉള്ളിലാണ്. ഓർത്തോനൈട്രോഫിനോൾ എന്നുള്ള ഒറ്റ കോമ്പൗണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും തമ്മിലൊരു ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. കാരണം ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റായ ഓക്സിജൻ ആറ്റവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് സെയിം മോളിക്യൂളിലാണ്. സോ ഇറ്റ് ഈസ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ കോൺസിക്വൻസ് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ഒക്കെ കുറയാണ് ചെയ്യുക. ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ലോവേഴ്സ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ദ മോളിക്യൂൾ. മോളിക്യൂളുടെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കുറയുക എന്നുള്ളതാണ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് കൊണ്ട് സംഭവിക്കുന്നത്. അപ്പോൾ പലപ്പോഴും എക്സാമിന് ചോദിക്കലുണ്ട് ഓർത്തോനൈട്രോഫിനോൾ ഓർ പാരാനൈട്രോഫിനോൾ. പാരാനൈട്രോഫിനോൾ വിച്ച് ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ ആർക്കായിരിക്കും വരിക? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പാരാനൈട്രോഫിനോൾ എന്ന് വരക്കാം. ഫിനോൾ പാര എന്ന് പറയുമ്പോൾ 1, 4 പൊസിഷനിലാണ് വരിക. 1, 2, 3, 4. അപ്പോൾ ഇവിടെ നമ്മളൊരു NO2 കൊടുക്കുകയാണ്, NO2. ഒരിക്കലും ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും തമ്മിൽ എന്തുണ്ടാക്കില്ല? ബോണ്ട് ഉണ്ടാക്കില്ല. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഇല്ല. ഇവിടെ ആണെങ്കിലോ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടാണ് ഉള്ളത്. ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ത് ചെയ്യും? ദാറ്റ് ലോവേഴ്സ് ഓർ റെഡ്യൂസസ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. അപ്പോൾ ആർക്കാണ് ഹൈ ബോയിലിംഗ് പോയിൻ്റ് ഉണ്ടായിരിക്കുക? പാരാനൈട്രോഫിനോൾ. ബിക്കോസ് ഇൻ ഓർത്തോനൈട്രോഫിനോൾ intramolecular hydrogen bonding is present, which reduces the melting and boiling point of the molecule. അപ്പോൾ ഇത്രയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് വൺ ഓഫ് ദ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ലൈക്ക് ഫ്ലോറിൻ, നൈട്രജൻ ആൻഡ് ഓക്സിജൻ. രണ്ട് ടൈപ്പാണ്, ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും. ഇൻ്റർമോളിക്കുലാർ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആറ്റം ഓഫ് വൺ മോളിക്യൂൾ ബോണ്ടഡ് വിത്ത് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഓഫ് അനദർ മോളിക്യൂൾ. എന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസ്? ദാറ്റ് ഇൻക്രീസസ് melting and boiling point, solubility, and it causes for aggregation, that is dimer, polymer, etc. Then second one is intramolecular hydrogen bonding. Second type ആണ് intramolecular hydrogen bonding. അത് hydrogen atom and electronegative element both are exist in the same molecule. അപ്പോൾ അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ബോണ്ടാണ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതിൻ്റെ കോൺസിക്വൻസ് ദാറ്റ് ലോവേഴ്സ്
melting and boiling point of the molecule. Orthonitrophenol show intramolecular hydrogen bonding, so it has low melting point. നമ്മളെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരും, which has high boiling point, orthonitrophenol or paranitrophenol? Which one? Paranitrophenol, because in orthonitrophenol intramolecular hydrogen bonding is present. Okay, നമ്മുടെ അടുത്ത ടോപ്പിക്ക് VSEPR തിയറി. VSEPR തിയറി. VSEPR എന്ന് പറയുമ്പോൾ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. ഓക്കെ, എന്താണ് VSEPR തിയറിയിൽ പറയണത്? പ്രധാനമായിട്ട് 4 പോസ്റ്റുലേറ്റ്സുകളാണ് അവർ പറയുക. ഫസ്റ്റ് വൺ, ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് അറൗണ്ട് ദ സെൻട്രൽ ആറ്റം. അതായത് സെൻട്രൽ ആറ്റത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മോളിക്യൂളിൻ്റെ ഷേപ്പ് കിട്ടുക. ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് ഓൺ the number of valence shell electron pairs around the central atom. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറഞ്ഞത്, ഇപ്പോൾ സെൻട്രൽ ആറ്റത്തിൻ്റെ ചുറ്റുഭാഗത്തും ഇപ്പോൾ കുറേ ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ടാവും. ഈ ഇലക്ട്രോണുകളെല്ലാം ഒരേ ചാർജ് ആയതുകൊണ്ട് തന്നെ അവർ തമ്മിൽ റിപ്പൾഷനാണ് ഉണ്ടായിരിക്കുക. റിപ്പൾഷൻ ഉണ്ടാവും. അതായത് ദ ഇലക്ട്രോൺ പെയേഴ്സ് സറൗണ്ടിങ് ദ സെൻട്രൽ ആറ്റം വിൽ റിപ്പൾ ഈച്ച് അതർ. പരസ്പരം റിപ്പൾഷൻ സംഭവിക്കും. അതുകൊണ്ട് ദ ഇലക്ട്രോൺസ് ട്രൈ ടു സ്റ്റേ അറ്റ് എ മാക്സിമം ഡിസ്റ്റൻസ് ഫോർ മിനിമം റിപ്പൾഷൻ ആൻഡ് സ്റ്റെബിലിറ്റി. അതുകൊണ്ട് ഇലക്ട്രോൺ പെയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും? പരമാവധി ദൂരത്ത് കൊണ്ടുപോയി നിർത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും റിപ്പൾഷൻ കൂടുമ്പോൾ അവിടെ ഡിസ്റ്റൻസ് കൂടുമ്പോൾ റിപ്പൾഷൻ കുറയും. റിപ്പൾഷൻ കുറയുമ്പോഴാണ് സ്റ്റെബിലിറ്റി കൂടുക. അപ്പോൾ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ഇതാണ്, ദ ഇലക്ട്രോൺ പെയേഴ്സ് സറൗണ്ടിങ് ദ സെൻട്രൽ ആറ്റം വിൽ റിപ്പൽ ഈച്ച് അതർ. ആസ് എ റിസൾട്ട് ഇലക്ട്രോൺ പെയേഴ്സ് ട്രൈ ടു സ്റ്റേ അറ്റ് മാക്സിമം ഡിസ്റ്റൻസ് ഫോർ മിനിമം റിപ്പൾഷൻ ആൻഡ് ഹൈ സ്റ്റെബിലിറ്റി. പിന്നെ മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് പറഞ്ഞത് റിപ്പൾസീവ് ഇൻ്ററാക്ഷനെ പറ്റിയാണ്. ഇപ്പോൾ വാലൻസ് ഷെൽ ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആകാം? റിപ്പൾഷൻ നടക്കുന്ന ഇലക്ട്രോണുകൾ പല രൂപത്തിൽ വരാം. അതായത് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോണുകൾ മാത്രം റിപ്പൾഷൻ ഉണ്ടാവാം. അത് ലോൺ പെയർ റിപ്പൾഷൻ ഉണ്ടാകാം. പിന്നെ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ. പിന്നെ ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ, ബോണ്ട് പെയർ റിപ്പൾഷൻ. ഇങ്ങനെയൊക്കെ റിപ്പൾസീവ് ഇൻട്രാക്ഷൻസ് ഉണ്ടാകാം. ഇല്ല, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ നോക്കുകയാണെങ്കിൽ അവിടെ ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടാകാം, ബോണ്ട് പെയർ ഇലക്ട്രോൺ ഉണ്ടാകാം. അപ്പോൾ അവിടുത്തെ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഏതൊക്കെയാകാം? ലോൺ പെയർ ബോണ്ട് പെയർ ആൻഡ് ബോണ്ട് പെയർ റിപ്പൾഷൻ മേ ബി ദർ. ഇവിടെ റിപ്പൾഷൻ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും വരിക? ലോൺ പെയർ. അത് രണ്ട് ജോലി ഇല്ലാത്ത രണ്ടാൾക്കാർ. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എപ്പോഴും അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ആ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടുതലാവാനേ വഴിയുള്ളൂ. അപ്പോൾ അവർ തമ്മിലുള്ള റിപ്പൾഷൻ വളരെ കൂടുതലായിരിക്കും. അതേസമയം ലോൺ പെയറും ബോണ്ട് പെയറും, ഒരാൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത ആൾ, മറ്റാൾ കുറച്ച് തിരക്കുള്ള ആൾ. അപ്പോൾ അവിടെ റിപ്പൾഷൻ ഒന്നുകൂടെ കുറയും. കാരണം ആ തിരക്കുള്ള ആളുടെ ഭാഗത്തു നിന്ന് റിപ്പൾസീവ് ഇൻട്രാക്ഷൻ വളരെ കുറവായിരിക്കും. ബോണ്ട് പെയർ ആണെങ്കിലോ അവിടെ റിപ്പൾഷൻ മിനിമം അവസ്ഥയിലായിരിക്കും. അപ്പോൾ റിപ്പൾസീവ് ഇൻട്രാക്ഷൻസ് ആർ ഇൻ ദ ഓർഡർ ലോൺ പെയർ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ. ലാസ്റ്റ് നാലാമത്തെ പോസ്റ്റുലേറ്റ്, ആഫ്റ്റർ റിപ്പൾഷനൊക്കെ ശേഷം ദ ഇലക്ട്രോൺ പെയേഴ്സ് അച്ചീവ് എ ഡെഫിനറ്റ് പൊസിഷൻ അറൗണ്ട് ദ സെൻട്രൽ ആറ്റം. ഇലക്ട്രോൺ പെയറുകൾ
ഒരു കൃത്യമായ പൊസിഷനിൽ, അതായത് മാക്സിമം ഡിസ്റ്റൻസുള്ള ഒരു പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഓരോ ലൈനായിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ we get the geometry of that molecule. After repulsion, the electron pairs achieve definite position around the central atom, giving a permanent geometry to the molecule. Giving a permanent geometry to the molecule. അപ്പോൾ അതാണ് VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ പോസ്റ്റുലേറ്റ്സ് തന്നെ മനസ്സിലാക്കി. VSEPR തിയറി ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ കണ്ടെത്താനാണ്. മോളിക്യൂളിൻ്റെ ഷേപ്പ് എങ്ങനെ കണ്ടെത്താം. അപ്പോൾ നമുക്കിനി മോളിക്യൂളിൻ്റെ ഷേപ്പ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഏരിയയിലേക്കൊന്ന് പോയോക്കാം. അത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷേപ്സ് ഓഫ് മോളിക്യൂൾ കണ്ടെയ്നിങ് ബോണ്ട് പെയേഴ്സ് ഓൺലി. ഷേപ്സ് ഓഫ് മോളിക്യൂൾസ് കണ്ടെയ്നിങ് ബോണ്ട് പെയേഴ്സ് ഓൺലി. അതായത് ലോൺ പെയർ ഇല്ലാത്ത മോളിക്യൂളുകളുടെ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഷേപ്പ് കണ്ടെത്തുക. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്. BeF2 ബെറിലിയം ഫ്ലോറൈഡ്. നമ്മളവിടെ ചെയ്യേണ്ടത് ടോട്ടൽ 360 ഡിഗ്രിയാണ് ഒരു സ്ഫിയറിൻ്റെ കേസിൽ വരിക. അപ്പോൾ ഇവിടെ 2 ഫ്ലോറിനാണുള്ളത്. അപ്പോൾ നമ്മൾ 2 കൊണ്ട് 360 ഒന്ന് ഡിവൈഡ് ചെയ്യുക. വി ഗെറ്റ് 180 ഡിഗ്രി എന്ന് വരും. അപ്പോൾ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയിൽ നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരക്കുമ്പോൾ BeF2 എന്നുള്ള സ്ട്രക്ചർ കിട്ടും. BeF2 ബെറിലിയം ഫ്ലോറൈഡ്. ഇവിടുത്തെ ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. അപ്പോൾ ബെറിലിയം ഫ്ലോറൈഡിൻ്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. അതിൻ്റെ സ്ട്രക്ചർ എന്താ വരിക? ലീനിയർ സ്ട്രക്ചർ. ബെറിലിയം ഫ്ലോറൈഡിൻ്റെ സ്ട്രക്ചർ ലീനിയർ സ്ട്രക്ചർ. ലീനിയർ സ്ട്രക്ചർ. നെക്സ്റ്റ് കോമ്പൗണ്ട് ഈസ് BF3. BF3 ബോറോൺ ട്രൈഫ്ലോറൈഡ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 360യെ ഇവിടെ 3 ഫ്ലോറിനായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അവ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 360/3 എത്രയാണ് വരിക? 120 ഡിഗ്രി ആംഗിളിൽ വരും. 120 ഡിഗ്രി വെച്ച് നമുക്കൊന്ന് വരച്ച് നോക്കാം. BF3 ബോണ്ട് ആംഗിൾ ഈസ് 120 ഡിഗ്രി. അപ്പോൾ BF3യുടെ കേസിൽ മാക്സിമം ഡിസ്റ്റൻസിലേക്ക് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയാണ്. BF3യുടെ ഈ സ്ട്രക്ചറിൻ്റെ പേരെന്താണ്? ട്രയഗണൽ പ്ലനാർ. BF3യുടെ ഈ സ്ട്രക്ചറാണ് ട്രയഗണൽ പ്ലനാർ. BF3യുടെ സ്ട്രക്ചറാണ് ട്രയഗണൽ പ്ലനാർ. ഓക്കെ, അത് ഇത്രയും നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ. VSEPR തിയറി അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത് ഇലക്ട്രോൺ പെയറുകളെ മാക്സിമം ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോയി വെക്കുക, അല്ലെങ്കിൽ റിപ്പൾഷൻ കൂടുതലായിരിക്കും. അങ്ങനെ ആ മാക്സിമം ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോയി വെച്ച് കിട്ടുന്ന സ്ട്രക്ചേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. BeF2 ലീനിയർ ഷേപ്പ്, BF3 ട്രയഗണൽ പ്ലനാർ. ഓക്കെ, അടുത്ത CH4 എന്നുള്ളതാണ്. CH4 അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 90 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ബോണ്ട് കുറച്ചും കൂടെ അടുത്തേക്കാണ് വരിക. ബോണ്ട് ആംഗിൾ വല്ലാണ്ട് ചുരുങ്ങി ഇലക്ട്രോൺ പെയർ അടുത്തേക്ക് വരും. അത് സ്വാഭാവികമായിട്ട് റിപ്പൾഷൻ കൂടും. അപ്പോൾ അവിടെ CH4ൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് CH4ൻ്റെ സ്ട്രക്ചർ വരെ. അത് ഇവിടുത്തെ ഈ ഹൈഡ്രജൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഉള്ളിലേക്കാണ്, കാർബണിൻ്റെ ഉള്ളിലേക്കാണ് പോണത്. ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിൽ അങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ CH4 എന്നുള്ളതിൻ്റെ കേസിൽ ഇവിടുത്തെ ബോണ്ട് ആംഗിളാണ് 109 ഡിഗ്രി 28 മിനിറ്റ്. CH4 മീഥേനിലെ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് CH4ൻ്റെ സ്ട്രക്ചർ എന്താണ്? CH4ൻ്റെ സ്ട്രക്ചറാണ് ടെട്രാഹെഡ്രൽ. CH4ൻ്റെ സ്ട്രക്ചർ എന്താണ്? ടെട്രാഹെഡ്രൽ സ്ട്രക്ചറാണ് വരിക. CH4ൻ്റെ സ്ട്രക്ചർ ടെട്രാഹെഡ്രൽ. CH4ൻ്റെ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്.
അടുത്ത കോമ്പൗണ്ട് നമ്മൾ എടുക്കാം PCl5. PCl5ൽ 3 ക്ലോറിൻ ഇതേ ലെവലിലേക്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെ 3 ക്ലോറിൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും 120 ഡിഗ്രി ബോണ്ട് ആംഗിൾ. അപ്പോൾ 120 ഡിഗ്രി ബോണ്ട് ആംഗിളിൽ 3 PCl ബോണ്ട് ഉണ്ടാവും. 120 ഡിഗ്രി ബോണ്ട് ആംഗിൾ. പിന്നെ ഒരു ക്ലോറിൻ മേലെ, അടുത്തൊരു ക്ലോറിൻ താഴെ. ക്ലോറിൻ. അപ്പോൾ ഇവിടുത്തെ ബോണ്ട് ആംഗിൾ എത്ര വരിക? 90 ഡിഗ്രി. ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ PCl5ൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 120 ഡിഗ്രി ബോണ്ട് ആംഗിൾ ഉണ്ടാവും, 2 90 ഡിഗ്രി ബോണ്ട് ആംഗിൾ ഉണ്ടാവും. ആ PCl5ൻ്റെ സ്ട്രക്ചർ എന്താണ് വരിക? PCl5ൻ്റെ സ്ട്രക്ചർ ട്രയഗണൽ, മേലും താഴെയും ഓരോ ലൈൻ ഉണ്ട്. ആ ബൈ പിരമിഡൽ. ട്രയഗണൽ ബൈ പിരമിഡൽ. ട്രയഗണൽ ബൈ പിരമിഡൽ. കാരണം PCl5ൻ്റെ കേസിൽ ഇവിടെ ആക്സൽ ആംഗിളും ഇക്വിറ്റോറിയൽ ആംഗിളും എന്നാണ് പറയുക. അത് ആക്സൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ 3 എണ്ണം, ഇക്വിറ്റോറിയൽ ആംഗിൾ ഈ 2 എണ്ണം. അപ്പോൾ ഈ 2 ടൈപ്പ് ആംഗിൾ അവിടെ ഉണ്ട്. അപ്പോൾ 120 ഡിഗ്രിയുള്ള 3 ബോണ്ട് ആംഗിൾ ഉണ്ട്, 90 ഡിഗ്രിയുള്ള 2 ബോണ്ട് ആംഗിൾ ഉണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് ട്രയഗണൽ ബൈ പിരമിഡലാണ്. ട്രയഗണൽ ബൈ പിരമിഡൽ. So next compound is SF6. SF6 സൾഫർ ഹെക്സാഫ്ലൂറൈഡ്. SF6ൻ്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഒരു സൾഫർ 6 ഫ്ലോറിനുമായിട്ട് ബോണ്ടിങ്ങിലുണ്ട്. 1 2 3 4 5 6 6 ഫ്ലോറിനുമായിട്ട് സൾഫർ ബോണ്ടിങ്ങിലുണ്ട്. ഇവിടുത്തെ എല്ലാ ബോണ്ട് ആംഗിളും 90 ഡിഗ്രിയാണ്. ഈച്ച് ബോണ്ട് ഹാസ് ഓൾ ദ ബോണ്ട് ആംഗിൾസ് ആർ ഓഫ് 90 ഡിഗ്രി. പിന്നെ ഈ സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അതാണ് SF6. സ്ട്രക്ചറിൻ്റെ പേരെന്താ വരിക? ഈ സ്ട്രക്ചറാണ് ഒക്ടാഹെഡ്രൽ ഷേപ്പ്. ഒക്ടാഹെഡ്രൽ. ശ്രദ്ധിക്കേണ്ടത് 8 എന്നുള്ളതാണ്. ഒക്ട് എന്ന് പറഞ്ഞാൽ ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ വരിക 6 എണ്ണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഒക്ടാഹെഡ്രൽ ഷേപ്പ് വരിക. നമ്മൾ പഠിച്ചു BeF2 ലീനിയർ, BF3 ട്രയഗണൽ പ്ലനാർ, CH4 ടെട്രാഹെഡ്രൽ, PCl5 ട്രയഗണൽ ബൈ പിരമിഡൽ, SF6 ഒക്ടാഹെഡ്രൽ. നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ കോമ്പൗണ്ടുകളിലൊക്കെ ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ. അവിടെ ഒന്നും ആരില്ല, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇല്ല. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷേപ്പ് ഓഫ് മോളിക്യൂൾ കണ്ടെയ്നിങ് ബോത്ത് ബോണ്ട് പെയർ ആൻഡ് ലോൺ പെയർ. ബോണ്ട് പെയറും ലോൺ പെയറും അടങ്ങിയ ചില കോമ്പൗണ്ടുകളെ നോക്കാം. ബോണ്ട് പെയറും ലോൺ പെയറും അടങ്ങിയിരിക്കുന്ന ചില കോമ്പൗണ്ടുകളെ ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സപ്പോസ് ഒരു കോമ്പൗണ്ടാണ് NH3. NH3 മീൻസ് അമോണിയ. ഇനി നമ്മൾ നോക്കാം NH3യുടെ ഷേപ്പ് നോക്കാം. NH3 നൈട്രജൻ, അറ്റോമിക് നമ്പർ 7, കോൺഫിഗറേഷൻ 2 5. നൈട്രജൻ 7 2 5. ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ 5. ഒരു ഇലക്ട്രോൺ
ഇതിലേക്ക് ബോണ്ടിങ് സെക്കൻഡ് ഇലക്ട്രോൺ ഹിയർ, തേർഡ് ഇലക്ട്രോൺ ഹിയർ, 3 ഇലക്ട്രോണായി. ഇനി ബാക്കി എന്തുണ്ട്? 2 ഇലക്ട്രോൺ ലോൺ പെയർ ആയിട്ടുണ്ട്. 2 ഇലക്ട്രോൺ ലോൺ പെയർ ആയിട്ടുണ്ടാവും. 2 ഇലക്ട്രോൺ ലോൺ പെയർ. അതൊക്കെ ടോട്ടൽ ഇപ്പം നൈട്രജൻ്റെ സറൗണ്ടിങ്സിൽ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്? ബോണ്ട് പെയർ 3, ലോൺ പെയർ 1. ആ ടോട്ടൽ 4 പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. 4 പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടായിരുന്ന ഒരു കേസാണ് CH4. 4 ബോണ്ട് പെയർ ആയിരുന്നു എന്ന് മാത്രം, 4 പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 4 പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടായതുകൊണ്ട് അതിന് കിട്ടേണ്ട ജോമെട്രി ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ്. അവിടുത്തെ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ് കിട്ടേണ്ടിയിരുന്നത്. ബട്ട് ഇതിൽ ഒരു പെയർ എന്താണ്? ലോൺ പെയറാണ്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ റിപ്പൾഷൻ കൂടും. ലോൺ പെയർ ഉണ്ടെങ്കിൽ അവിടെ റിപ്പൾഷൻ എന്തായിരിക്കും? കൂടും. അവർ റിപ്പൾഷൻ കൂടണമെങ്കിൽ കുറച്ചും കൂടെ അടുത്തേക്ക് വരണം. അവർ റിപ്പൾഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും? ബോണ്ട് ആംഗിൾ റെഡ്യൂസ് ചെയ്യപ്പെടും, ബോണ്ട് ആംഗിൾ കുറയും. ബോണ്ട് ആംഗിൾ കുറഞ്ഞിട്ട് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടായതുകൊണ്ട് 109 ഡിഗ്രി 28 മിനിറ്റ് എന്നുള്ള ബോണ്ട് ആംഗിൾ റെഡ്യൂസ്ഡ് ടു 107 ഡിഗ്രി. 107 ഡിഗ്രി ആയിട്ട് മാറും. ഹിയർ 107 ഡിഗ്രി. 107 ഡിഗ്രി ആയിട്ട് മാറിയത് കൊണ്ട് ടെട്രാഹെഡ്രൽ ജോമെട്രി എന്നുള്ളത് എന്താവും? NH3യുടെ കേസിൽ അത് പിരമിഡൽ ഷേപ്പായിട്ട് മാറും. ടെട്രാഹെഡ്രൽ ജോമെട്രി എന്നുള്ളത് പിരമിഡൽ ഷേപ്പായിട്ട് മാറുകയാണ് ചെയ്യുക. ടെട്രാഹെഡ്രൽ ജോമെട്രി പിരമിഡൽ ഷേപ്പായിട്ട് മാറും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് NH3 അമോണിയയുടെ കേസിൽ 4 പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും. 4 പെയർ ഓഫ് ഇലക്ട്രോണുള്ള വേറൊരു കേസാണ് CH4, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 4 പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാകുമ്പോൾ അവിടെ കിട്ടേണ്ട ജോമെട്രി ടെട്രാഹെഡ്രലാണ്. അവിടുത്തെ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. ബട്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, ബോണ്ട് ആംഗിൾ റെഡ്യൂസ്ഡ് ടു 107 ഡിഗ്രി ആൻഡ് ദ ഷേപ്പ് ഈസ് പിരമിഡൽ ഷേപ്പ്. NH3 എന്നുള്ളത് ബോണ്ട് പെയറും ലോൺ പെയറും അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിളാണ് NH3. ഓക്കെ, അപ്പോൾ അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം. H2O. H2O. H2Oയുടെ സ്ട്രക്ചർ നമുക്ക് വരക്കാം. O 2 ഹൈഡ്രജൻ, സെൻട്രൽ ആറ്റം ഓക്സിജൻ, അറ്റോമിക് നമ്പർ 8, കോൺഫിഗറേഷൻ 2 6 ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. 1 ഇലക്ട്രോൺ ഈ ഹൈഡ്രജനിലേക്ക് ബോണ്ടിങ്ങിൽ പങ്കെടുത്തു. രണ്ടാമത്തെ ഇലക്ട്രോൺ ഈ ഹൈഡ്രജനിലേക്ക് ബോണ്ടിങ്ങിൽ പങ്കെടുത്തു. ബാക്കിയുടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺസ്. 4 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. 1 ലോൺ പെയർ, 2 ലോൺ പെയർ. ഇനി നോക്ക്, H2Oയുടെ കേസിൽ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ പോസിബിൾ ആണ്? ഓക്സിജൻ്റെ കേസ് എടുക്കുമ്പോൾ ഇതൊരു ലോൺ പെയർ, ഇതൊരു ലോൺ പെയർ. 2 ലോൺ പെയറും 2 ബോണ്ട് പെയറും പോസിബിൾ ആണ്. 2 ലോൺ പെയറും 2 ബോണ്ട് പെയർ, ടോട്ടൽ 4 പെയർ ഓഫ് ഇലക്ട്രോൺ. 4 പെയർ ഓഫ് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ബോണ്ട് ആംഗിൾ എത്രയാണ് വേണ്ടത്? 109 ഡിഗ്രി 28 മിനിറ്റ്. ഷേപ്പ് എന്തായിരിക്കണം? ടെട്രാഹെഡ്രൽ. ബട്ട് ഹിയർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് ബോണ്ട് ആംഗിൾ ഈസ് റെഡ്യൂസ്ഡ് ടു 104.5 ഡിഗ്രി. 104.5 ഡിഗ്രി ആയിട്ട് ചുരുങ്ങും. മാത്രമല്ല ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രിയാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന ഷേപ്പാണ് വി ഷേപ്പ് ഓർ ബെൻഡ് ഷേപ്പ്. വി ഷേപ്പ് ഓർ ബെൻഡ് ഷേപ്പ്. അപ്പോൾ വാട്ടർ മോളിക്യൂളിൻ്റെ ഷേപ്പ് ഏതാ വരിക? വി ഷേപ്പ് ഓർ ബെൻഡ് ഷേപ്പ്. അപ്പോൾ ഇത്രയാണ് VSEPR തിയറിയും അതിൻ്റെ അപ്ലിക്കേഷനുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റുകൾ പഠിക്കുക. പിന്നെ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ കണ്ടെയ്നിങ് ഓൺലി ബോണ്ട് പെയേഴ്സ്, പിന്നെ ബോട്ട് ലോൺ പെയർ ആൻഡ് ബോണ്ട് പെയർ, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് VSEPR തിയറി. Okay, our next topic is valence bond theory. ഹെയ്റ്റ്ലർ ആൻഡ് ലണ്ടൻ ഈ രണ്ട് സയൻറ്റിസ്റ്റുകളാണ് വാലൻസ് ബോണ്ട് തിയറിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വാലൻസ് ബോണ്ട് തിയറി ചില പോസ്റ്റുലേറ്റുകൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇതാണ്: എ കൊവാലൻ്റ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ് പ്രസൻറ്റ് ഇൻ ദ വാലൻസ് ഷെൽ ഓഫ് ആറ്റം. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽ അവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് അവർ തമ്മിൽ കൂട്ടി യോജിച്ചിട്ടാണ് എന്തുണ്ടാവുക, കൊവാലൻ്റ് ബോണ്ടിങ് ഉണ്ടാവുക എന്നാണ് വാലൻസ് ബോണ്ട് തിയറിയിൽ പറഞ്ഞത്. വാലൻസ് ബോണ്ട് തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് എന്നുള്ളത് ഒരു മോളിക്യൂൾ ഫോം ചെയ്യാം. സപ്പോസ് ഹൈഡ്രജനുകൾ തമ്മിൽ കൂടിച്ചേരുക, H2 എന്നുള്ള മോളിക്യൂൾ ഉണ്ടാവുകയാണ്. H2, രണ്ട് ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഹൈഡ്രജൻ്റെ പേര് HA, രണ്ടാമത്തത് HB. ഹൈഡ്രജൻ HAയും HBയും തമ്മിൽ കൂടിച്ചേരാം. ഈ ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ് Na, ഇതിൻ്റെ ന്യൂക്ലിയസ് NB എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ഈ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണുകളാണ് EA, ഇതിൻ്റെ ഇലക്ട്രോൺ EB. രണ്ട് ഹൈഡ്രജൻ ആറ്റമാണ് HA, HB. ന്യൂക്ലിയസ് Na, NB, ഇലക്ട്രോൺ EA, EB. ഇവിടെ ഏതൊക്കെ രൂപത്തിലുള്ള ഇൻ്ററാക്ഷൻ പോസിബിളാണ്? ഇവിടെ ഏതൊക്കെ രൂപത്തിലുള്ള ഇൻ്ററാക്ഷൻ പോസിബിളാണ്? ആരൊക്കെ തമ്മിൽ ഇൻ്ററാക്ഷൻ ഉണ്ടാവും? ന്യൂക്ലിയസ് ഇൻട്രാക്ഷൻ ഉണ്ടാവും. ന്യൂക്ലിയസ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? ന്യൂക്ലിയസിനൊക്കെ ഒരേ ചാർജാണ്. ഒരേ ചാർജ് ആകുമ്പോൾ അവർ തമ്മിൽ എന്തുണ്ടാവുക? റിപ്പൾഷൻ. ന്യൂക്ലിയസ് റിപ്പൾഷൻ. അതേപോലെ തന്നെ ഇലക്ട്രോൺ എന്തുണ്ടാവും? ഇലക്ട്രോൺ റിപ്പൾഷൻ. ഇലക്ട്രോൺ റിപ്പൾഷൻ. പിന്നെയോ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ എന്തുണ്ടാവുക? ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്. അപ്പം ന്യൂക്ലിയസ് ഇലക്ട്രോൺ അട്രാക്ഷൻ. അപ്പോൾ 3 ടൈപ്പ് ഇൻട്രാക്ഷനാണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ന്യൂക്ലിയസ് റിപ്പൾഷൻ, ഇലക്ട്രോൺ റിപ്പൾഷൻ, ന്യൂക്ലിയസ് അട്രാക്ഷൻ. ഹിയർ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ. അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ റിപ്പൾസീവ് ഇൻട്രാക്ഷനേക്കാളും കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ്. കുറച്ച് എനർജി അവിടുന്ന് റിലീസ് ചെയ്യും. അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ റിപ്പൾസീവ് ഇൻട്രാക്ഷനേക്കാളും കൂടുമ്പോൾ, when the attractive interactions are stronger than repulsive interaction, certain amount of energy is released. കുറച്ച് എനർജി അവിടുന്ന് റിലീസ് ചെയ്യും. അപ്പോൾ എനർജി കുറയും. ഡ്യൂ ടു ദ ലോവറിങ് ഓഫ് എനർജി ദ മോളിക്യൂൾ ബിക്കം സ്റ്റേബിൾ. എനർജി കുറയുന്നത് കൊണ്ട് മോളിക്യൂൾ എന്തായിട്ട് മാറും? സ്റ്റേബിൾ ആയിട്ട് മാറും. ഇതാണ് വാലൻസ് ബോണ്ട് തിയറി. അപ്പോൾ വാലൻസ് ബോണ്ട് തിയറി അനുസരിച്ച് എങ്ങനെയാണ് മോളിക്യൂൾ ഫോം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് മോളിക്യൂളുകളാണ് HAയും HBയും. രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളാണ് HAയും HBയും. അവർ കൂടിച്ചേർന്നിട്ടാണ് H2 എന്നുള്ള മോളിക്യൂൾ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ HAB എന്നുള്ള മോളിക്യൂൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ന്യൂക്ലിയസ് എടുത്തു, NaNb, ഇലക്ട്രോൺ എടുത്തു EAEb. അവിടെ തമ്മിലുള്ള ഇൻട്രാക്ഷനുകളൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കിയപ്പോൾ ന്യൂക്ലിയസും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും, ഇലക്ട്രോൺ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും, ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. ഏതെങ്കിലും ഒരു പ്രത്യേക സ്റ്റേജിൽ when the attractive force is stronger than repulsive force, certain amount of energy is released. Due to the lowering of energy, that molecule become stable. ഇതാണ് വാലൻസ് ബോണ്ട് തിയറി എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്.